ഹായ് കൂട്ടുകാരെ, റെയിൽവേ ഫോക്കസ് 360 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ആദ്യ വീഡിയോയ്ക്ക് നൽകിയ എല്ലാ പിന്തുണയ്ക്കും ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ ലൈക്കും കമന്റും വലിയൊരു പ്രോത്സാഹനമാണ്. റെയിൽവേ സംബന്ധമായ വീഡിയോസും റെയിൽവേ എക്സാം സംബന്ധമായ വീഡിയോസും തുടർന്നും ഈ ചാനലിൽ വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഇന്ത്യൻ റെയിൽവേയുടെ തത്കാൽ ബുക്കിങ്ങിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ? തത്കാൽ ബുക്കിംഗിൽ പ്രധാനമായി 2 ടൈപ്പ് ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യുന്നത്, AC ആൻഡ് നോൺ AC. തത്കാൽ ബുക്കിംഗ് സമയം ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, ചെയർ കാർ മുതലായ AC ക്ലാസുകൾക്ക് ടിക്കറ്റുകൾ തുടങ്ങുന്നത് ട്രെയിനുകൾ പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് രാവിലെ 10 മണിക്കാണ്. സ്ലീപ്പർ, സെക്കൻഡ് സിറ്റിംഗ് മുതലായ നോൺ AC ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു ദിവസം മുൻപ് രാവിലെ 11 മണിക്കാണ്. ഓരോ ക്ലാസുകൾ അനുസരിച്ച് തത്കാൽ ടിക്കറ്റിന് വ്യത്യസ്ത ചാർജുകളാണ് ഈടാക്കുന്നത്. ദൂരം കൂടുന്തോറും ചാർജും കൂടും. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന പക്ഷം റീഫണ്ട് ലഭിക്കുന്നതല്ല. എന്നാൽ ട്രെയിൻ പൂർണ്ണമായും ക്യാൻസൽ ആവുന്ന പക്ഷം റീഫണ്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തത്കാൽ ടിക്കറ്റ് നിരക്ക് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ടിക്കറ്റ് ചാർജിന്റെ കൂടെ തത്കാൽ ഫീസ് കൂടി ആഡ് ചെയ്തിട്ടാണ് തത്കാൽ ടിക്കറ്റ് നിരക്ക് കണക്കാക്കുന്നത്. ഉദാഹരണം, സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് 400 രൂപയാണെന്ന് വിചാരിക്കുക. തത്കാൽ ഫീസ് 100 രൂപ, മൊത്തത്തിൽ 500 രൂപയാവും. 200 രൂപയാണ് തത്കാൽ ഫീസ് എന്ന് 600 രൂപ. അതുപോലെ തന്നെ AC ടിക്കറ്റ്, AC 3 ടയറിന് 1000 രൂപയാണ് ടിക്കറ്റ് നിരക്കെന്ന് വിചാരിക്കുക. 300 രൂപ തത്കാൽ ഫീസ്, മൊത്തത്തിൽ 1300. സെയിം 1000 രൂപ, 400 രൂപ തത്കാൽ ചാർജ്, ടോട്ടൽ 1400. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രീമിയം തത്കാൽ. പ്രീമിയം തത്കാൽ IRCTC മുഖേന മാത്രം ലഭ്യമായ ഒരു പ്രത്യേക ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം. തത്കാലിനേക്കാൾ ഉയർന്ന ചാർജുള്ള ഈ സ്കീം കുറച്ച് സെലക്ടഡ് ട്രെയിനുകൾക്കാണ് ബാധകമാകുന്നത്. IRCTC ഓൺലൈൻ വഴി മാത്രമാണ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. റെയിൽവേ കൗണ്ടറുകളിൽ നിന്ന് ബുക്കിംഗ് സാധ്യമല്ല. ആവശ്യകത കൂടുമ്പോൾ ചാർജും കൂടുന്നു. റീഫണ്ട് ഇല്ല. പ്രീമിയം തത്കാലിന് കുറച്ച് സീറ്റുകൾ മാത്രമേ ലഭ്യമായിരിക്കുകയുള്ളൂ. പ്രീമിയം തത്കാൽ സാധാരണ തത്കാൽ ചാർജിനേക്കാൾ കൂടുതലാണ്. ട്രെയിൻ, ക്ലാസ്, ഡിമാൻഡ് എന്നിവയെ അടിസ്ഥാനമാക്കി നിരക്ക് വ്യത്യാസപ്പെടും. പ്രീമിയം തത്കാലിനേക്കാൾ ചാർജ് കൂടുതലാണെങ്കിൽ പോലും ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. മുൻപെല്ലാം ഏജന്റുമാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യൻ റെയിൽവേ അവർക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആദ്യത്തെ 2 മണിക്കൂർ അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധ്യമാവുന്നതല്ല. ഇതുമൂലം നമ്മളെപ്പോലുള്ളവർക്ക് ടിക്കറ്റ് കിട്ടാൻ. ഇതായിരുന്നു തത്കാലും പ്രീമിയം തത്കാലും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. മലയാളത്തിൽ ഇങ്ങനെ വിശദമായ റെയിൽവേ വിവരങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞങ്ങൾ സ്ഥിരമായി അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ സീറ്റും യാത്രയും ഉറപ്പാക്കാൻ ഈ ടിപ്പുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്യൂ. റെയിൽവേ വീഡിയോയുടെ ജേർണിയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കാളിയാകും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ യാത്ര സുരക്ഷിതവും സ്മാർട്ടുമായിരിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കും. നന്ദി. യാത്ര സുരക്ഷിതമാവട്ടെ.